പ്രിയ സുഹൃത്തുക്കളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായി. 266 ഇവിടെ മാർപ്പാപ്പ തൻ്റെ 88ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തിൽ അവശേഷിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ ജനിക്കുകയും വിമോചനം പോലെ ഉള്ള ദൈവശാസ്ത്രം മനസ്സിൽ സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് എന്നും ചേർന്നു പട്ടിണി എന്തെന്നും ദാരിദ്ര്യം എന്തെന്നും അറിഞ്ഞ് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൻ്റെ ചോരയും രക്തവും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓടി നടന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ച നാട് മുതൽ ലാളിത്യത്തിൻ്റെ ജീവിതം നയിച്ചത്. ലളിതമായ ജീവിതം. ജസ്യൂട്ട് വൈദികനായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഓരോ പദവിയിലേക്ക് സുപ്പീരിയറായിട്ട് ഉയർത്തപ്പെട്ടു. അതിനുശേഷം ബിഷപ്പായി, അതിനുശേഷം കർദിനാളായി. വളരെ ലളിതമായിട്ട് അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ദൈവശാസ്ത്രത്തിലുള്ള ആഴമായ ബോധ്യം അതായിരുന്നു മാർപ്പാപ്പയുടെ പ്രത്യേകത. യേശുക്രിസ്തുവിനുള്ള ബോധ്യം മനുഷ്യനിലൂടെ, മനുഷ്യ സ്നേഹത്തെ പ്രതി ദൈവത്തെ സ്നേഹിക്കണോ, ദൈവസ്നേഹത്തെ പ്രതി മനുഷ്യനെ സ്നേഹിക്കണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം യാതൊരു വിധത്തിലും പതറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കോട്ടിങ്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ പറയും. അദ്ദേഹം ലോകത്തെ ഒരു ആക്ഷേപത്തോടെ ചോദിച്ചൊരു ചോദ്യമാണ്. ലോകത്തിലെ സെൻസസും നിഫ്റ്റിയൊക്കെ ഉയരുമ്പോൾ ഈ ലോകത്തിലുള്ള സകല പത്രത്തിലും അത് വളരെ വളരെ ശക്തമായ, അതായത് വലിയ അക്ഷരത്തിൽ എഴുതി വരും. കാളയുടെയോ ഡിയറിനെയും ഒക്കെ പടം കാണിച്ചുകൊണ്ട് ഉയർന്നു ചാടുകയും താഴോട്ട് പോവുകയും ചെയ്യുന്നതൊക്കെ കാണിക്കുമ്പോൾ ഈ ഓഹരിക്കമ്പോളം കാട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്ന സത്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുമ്പം പട്ടിണി കൊണ്ട് വഴിയിൽ കിടന്നൊരു മനുഷ്യനെ ചത്ത് കിടന്നാൽ പോലും അവൻ്റെ ന്യൂസ് വരത്തില്ല. കാരണം എന്താണ്? ഇത് മുതലാളിത്തമാണ്. ഈ മുതലാളിത്തത്തെ ശക്തമായിട്ട് എതിർത്ത വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അമിത വികസനം വേണ്ട എന്ന് പറഞ്ഞു. ഈ അമിത വികസനത്തിൽ പലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഉപഭോഗ സംസ്കാരം, ആ ഉപഭോഗ സംസ്കാരം പാടില്ല. ഇവിടൊക്കെ എവിടെയോ ഒരു കമ്മ്യൂണിസത്തിന്റെ ചിന്താഗതി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇല്ലേ എന്ന് നമുക്കൊക്കെ സംശയിക്കേണ്ടി വരും. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഇവിടെ ജോ ബൈഡൻ, അതിനു മുമ്പുണ്ടായിരുന്ന ബുഷ്, അതിനിപ്പോൾ വന്നിരിക്കുന്ന റൊണാൾഡ് ട്രംപ്, മറ്റ് രാജ്യങ്ങൾ, ബ്രിക്സ്, ഇത്രയും രാജ്യങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് വളരെ ശക്തമായി സംസാരിച്ച വ്യക്തിയാണ്. എന്ന് വെച്ചാൽ രാജ്യ നേതാക്കന്മാരുടെ കണ്ണുകളേക്കാൾ ശക്തിയുള്ള ഒരു കണ്ണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചൈനീസ്, അതായത് ചൈനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട്. ചൈനയിലെ ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുന്നതിൽ കമ്മ്യൂണിസത്തിന് പ്രത്യേകമായ ഒരു സ്വാധീനമുണ്ട് എന്ന്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് പ്രത്യേകമായ ഒരു സ്വാധീനമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വധശിക്ഷ അദ്ദേഹം ശക്തമായിരുന്നു. എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം, പക്ഷെ തെറ്റുകാർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം. പക്ഷേ വധശിക്ഷ അദ്ദേഹം ഒരിക്കലും ന്യായീകരിച്ചില്ല. ഒരാളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. രണ്ടാമത് ഭ്രൂണഹത്യ അദ്ദേഹം ശക്തമായിരുന്നു. ദയാവധം അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു. സ്വവർഗ അനുരാഗികളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തരുന്നു. സ്വവർഗ അനുരാഗത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് വെച്ചാൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരും സ്വീകരിക്കുക. നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു കുടിയേറ്റക്കാരെ സ്വീകരിക്കണോ വേണ്ടായിരുന്നു. നമ്മളും കുടിയേറ്റക്കാരാണെന്ന് മറക്കരുത്. നമ്മുടെയൊക്കെ റൂട്ട്, ഇന്ത്യക്കാരെന്നുള്ള റൂട്ട് നമുക്കില്ല. നമ്മളും വന്നേക്കുന്നത് ആഫ്രിക്കയിലാണ്. അപ്പൊ കുടിയേറ്റക്കാരായ മനുഷ്യരെ തള്ളിക്കളയരുത് എന്ന് പറയുന്ന ഒരു ശക്തമായ സ്വരം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുടിയേറ്റക്കാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നാഗരികതയുടെ കടപ്പാടാണ്. ആ നാഗരികതയുടെ കടപ്പാടിൽ നിന്ന് കുടിയേറ്റക്കാരെ സ്വീകരിക്കുക, അവരെ നമുക്ക് ഉൾക്കൊണ്ട് ചേർത്ത് നിർത്താൻ സാധിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ 1-2 വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സഭ എന്നും പാവപ്പെട്ടവരോടൊപ്പം നിൽക്കണം. യേശുക്രിസ്തു പാവപ്പെട്ടവരോടൊപ്പം നിന്നാണ് വളർന്നു വന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ സഭ എന്നും പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുക. 88ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഓർക്കുക, മനുഷ്യഹൃദയങ്ങൾ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം APJ അബ്ദുൽ കലാമിനെ ഇന്നും കുഞ്ഞുങ്ങൾ മനസ്സിൽ താലോലിക്കുന്നത് പോലെ ലോക ചരിത്രത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ എല്ലാവരും ഓർക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ.
ഭാരതത്തിൻ്റെ പ്രത്യേകമായ അനുശോചനം, കേരളത്തിൻ്റെ പ്രത്യേകമായ അനുശോചനം, ലോകത്തിൻ്റെ അനുശോചനം, നാനാജാതി മതസ്ഥരുടെ അനുശോചനം ഈ തരുണത്തിൽ അറിയിക്കുന്നു ജോൺസൺ കെറി. നാനാജാതി മതസ്ഥരുടെ അനുശോചനം ഈ തരുണത്തിൽ അറിയിക്കുന്നു ജോൺസൺ കെറി.